അർജുനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും വിധം തെരച്ചിൽ ശക്തമാക്കേണ്ടതുണ്ട്. മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. കർണാടകയിലെ അങ്കോളയിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാക്കണം എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനം ഇങ്ങനെ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഇവിടുന്ന് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് അയക്കുന്നു. അതുപോലെ തന്നെ വലിയ തോതിലുള്ള ഒരു ഇടപെടൽ നടക്കുന്നുണ്ട്. നേവിയുടെ സഹായം കർണാടകം തേടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫലവത്തായിട്ടില്ല, വേഗതയിലേക്ക് നീങ്ങുന്നില്ല എന്ന ഒരു വിവരമാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു. മാനസ വിശദാംശങ്ങളുമായി ചേരുന്നു. നേരത്തെ ഗതാഗത മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ. മാനസ, ഗതാഗത മന്ത്രി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഈ വിവരം അറിയുന്നത് ഇന്ന് രാവിലെയാണ് എന്നാണോ? അങ്ങനെ അറിഞ്ഞ ഉടൻ തന്നെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതിവേഗത്തിൽ അവിടെ തെരച്ചിൽ ശക്തമാക്കാൻ, സജീവമാക്കാൻ, ഈ മണ്ണ് നീക്കം ചെയ്യാൻ, തെരച്ചിൽ എന്നതിനേക്കാൾ പ്രധാനം എന്നതിനോടൊപ്പം തന്നെ പ്രധാനമാണ് ഈ മണ്ണ് നീക്കം ചെയ്യണം അവിടെ. അതിനുള്ള നടപടികൾ വേഗത്തിലാക്കാനുള്ള സംസ്ഥാനത്തിൻ്റെ ആവശ്യം അത് കർണാടക സർക്കാരിനെ അറിയിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരെയൊക്കെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടോ? കാര്യങ്ങൾ എന്തൊക്കെയാണ് മന്ത്രി വിശദീകരിച്ചത്? തീർച്ചയായും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെയാണ് മാധ്യമങ്ങളിലൂടെ ഈ വിവരം കേരളം അറിയുന്നത്. കേരളം അറിഞ്ഞ ഉടൻ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവുകയും കർണാടക സർക്കാരുമായി ബന്ധപ്പെടുകയും വേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഗതാഗത മന്ത്രി യുടെ നേതൃത്വത്തിൽ 3 ഉദ്യോഗസ്ഥരെ ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് അയച്ചിരിക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരായ 3 പേരെയാണ് നിലവിൽ 10 മണിയോടുകൂടി അയച്ചിരിക്കുന്നത്. ഉടൻ തന്നെ അവർ സ്ഥലത്തെത്തി കാര്യവിവരങ്ങൾ മനസ്സിലാക്കി വിവരം അറിയിക്കും എന്ന പ്രതീക്ഷയിലാണ് സർക്കാരും മന്ത്രിയും ഉള്ളത്. അതോടൊപ്പം തന്നെ നിലവിൽ ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തം തന്നെയാണ് കർണാടകയിൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ മണ്ണിടിച്ചിലിൽ ഇപ്പോഴും ഒരു ഭീഷണിയായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതിലും വലിയ തടസ്സമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പ്രതികൂലമായി നിൽക്കുന്ന കാലാവസ്ഥ, നല്ല രീതിയിൽ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും ഈ ഒരു രക്ഷാദൗത്യം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് തന്നെയാണ് അറിയിച്ചത്. ഏതായാലും കുടുങ്ങിയവരിൽ മലയാളികൾ ഉണ്ട് എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. മാത്രമല്ല അർജുന്റെ കുടുംബം രംഗത്തെത്തിയതോടെയാണ് ഇത്തരത്തിൽ ഈ ഒരു മലയാളി അവിടെ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരം അറിയുന്നത്. ഈ ഒരു GPS ട്രേസ് ചെയ്തുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും ഈ കുടുങ്ങിക്കിടക്കുന്നവരുടെ കണക്ക് വ്യക്തമല്ല. എത്ര പേർ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ വെള്ളത്തിലേക്ക് വാഹനങ്ങൾ ഒലിച്ചു പോയതായും വിവരമുണ്ട്. അതിലും എത്ര വാഹനങ്ങൾ പെട്ടിട്ടുണ്ട് എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയും ഇനിയും അറിയേണ്ടതുണ്ട്. മാത്രമല്ല അടിയന്തര ഇടപെടൽ നടത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിന്റെ സാഹചര്യത്തിൽ കൂടി കേരള സർക്കാർ കൂടി ഈ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉടനടി പെട്ടെന്ന് തന്നെ എല്ലാ കാര്യത്തിലും വ്യക്തത വരുമെന്നും ഈ ഒരു മണ്ണിടിച്ചിൽ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും വളരെ പെട്ടെന്ന് തന്നെ മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ ഒക്കെയും നടക്കുകയാണ്. ഈ അർജുന്റെ വിവരം കഴിഞ്ഞ വൈകുന്നേരം വരെ ഈ മൊബൈൽ റിംഗ് ചെയ്തതായുള്ള വിവരമാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും അന്വേഷിച്ചു വരികയാണ്. ഏതായാലും എത്ര പേർ ഉണ്ട് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ശരത്.